ആ ഏത് ക്ലാസ്? ഫ്രണ്ട് ക്ലാസ്സാ? अभी है तो वो देखना पड़ेगा कंप्लीट चेंज है तो 1000 आएगा बस ग्लास है तो बस चेक करना पड़ेगा Yes, പറയൂ. ऑनर का है मेरे पास अभी आपका शॉप ऑनर का कितने का प्राइस 75 हो रही है अच्छी है कमती भी है प्राइस कभी कमती है अच्छा है मेरे को कस्टमर लेके रिव्यू भी रहा वो अच्छा दे रहा खुद भी लेके गए ഗൈസ് കണ്ടോ ഇത്രത്തോളം ക്ലോസിലാണ് ആ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ പോകുന്ന സമയത്ത് ഫോക്കസ് പോകുന്നുണ്ടെന്ന് വെച്ചാൽ
അത്രയും പക്ക 3.7x പക്ക ഫോക്കസ് പിടിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടോ, കഴിഞ്ഞപ്പോൾ കുറച്ചധികം ആൾക്കാർ വിവോ X200 പ്രോയിൻ്റെ പോർട്രേറ്റ് വീഡിയോസ് ചോദിക്കുന്നുണ്ട്. നമുക്കിതിൽ ചെറിയൊരു പോർട്രേറ്റ് വീഡിയോ ടെസ്റ്റും കൂടെ, അതായത് ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ എഡ്ജ്, അതായത് തലയിൽ എഡ്ജൊക്കെ പിടിക്കുന്നുണ്ടോ ക്ലോസ് റേഞ്ചിൽ, വണ്ടിയുടെ വീഡിയോ എടുത്താലോ അതുപോലെ തന്നെ ചെടികളുടെ വീഡിയോ എടുത്താലോ ഹ്യൂമൻസിൻ്റെ വീഡിയോ കുറേ അധികം എടുത്താലോ നമുക്കിത് എന്താ ആ ഒരു എഡ്ജൊക്കെ പിടിക്കുന്നുണ്ടോ എന്ന് വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അതേസമയത്ത് നമ്മൾ ഫ്രണ്ട് ക്യാമറയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട് ക്യാമറ ഇപ്പോഴാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. 1080p 30 FPS 1080p 24 FPS മാത്രമാണ് നമുക്ക് പോർട്രേറ്റ് വീഡിയോ ഫ്രണ്ട് ക്യാമറയിലൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അതേസമയത്ത് നമുക്ക് ബാക്ക് ക്യാമറയിലാണെങ്കിൽ നമുക്ക് എത്രയും ഷൂട്ട് ചെയ്യാൻ ബാക്ക് ക്യാമറ എടുക്കുക. ബാക്ക് ക്യാമറ എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും 1080p 3024 4K 3024 നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 1x 2x 3.7x എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പർച്ചർ ഇവിടെ എന്താ മാറ്റാൻ പറ്റും, അതുപോലെ തന്നെ ഫിൽറ്റേഴ്സ് ഇടാൻ പറ്റും. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ പോർട്രേറ്റ് വീഡിയോസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നേരെ ഫ്രണ്ട് ക്യാമറയിലോട്ട് തന്നെ ആദ്യം പോകാം അല്ലേ. ഇപ്പോൾ റെക്കോർഡ് ചെയ്തത് 1080p 30 FPSന്റെ ഫ്രണ്ട് സിനിമാറ്റിക്കിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ കണ്ടാൽ മനസ്സിലാവും. ഡയറക്റ്റ് സൺ എന്ന് പറഞ്ഞാൽ ഉച്ചൻ തലയിലാണ് ഉച്ചൻ തലയിലാണ് നിൽക്കുന്നത് ഗൈസ്. ബാക്കിൽ ഒരു വണ്ടിയുണ്ട്, ഒരാളുണ്ട്. അപ്പോൾ അത് ബ്ലറാവുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. മാക്സിമം നമുക്ക് ചൂലിടാൻ പറ്റും, അല്ലെങ്കിൽ 16 ഇടാൻ പറ്റും. 16 നോർമൽ 1080p 30 FPSന്റെ ഒരു വീഡിയോ പോലെ തോന്നും. ഇപ്പോൾ നല്ല ബ്ലറുണ്ട്. ആ ഒരു ഒഴുക്കം കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതി. 30 FPSന്റെ ഒരു പിടുത്തം എന്തായാലും കാണാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വേണമെങ്കിൽ ഐഫോൺ 16 സീരീസോ അല്ലെങ്കിൽ S25 സീരീസോ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ വേണമെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു ക്വാളിറ്റി. ഇനിയും അപ്പുറത്തെ വേറെ സാധനങ്ങളൊന്നും വേണ്ടല്ലോ, അത്ര നല്ലത്. എനിക്ക് രണ്ട് വരെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് കാണിച്ചാൽ ഫോക്കസ് അതിലോട്ട് പോകുമോ? ഫോക്കസ് ഫോക്കസ് എൻ്റെ ഫേസിലാണ് ഫോക്കസ്, അങ്ങനെ ഫോക്കസ് കൊണ്ടുപോലെ ജസ്റ്റ് ഇവിടെ ഫോക്കസ് കൊടുത്തിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. നമ്മളിതാ ഇങ്ങനെ കൊടുക്കുക. നമുക്ക് സബ്ജക്റ്റ് വേണമെങ്കിൽ ലോക്ക് ചെയ്യാൻ പറ്റും. ലോങ് പ്രസ് ചെയ്താൽ ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. ക്യാമറ നമുക്ക് സംസാരിക്കുന്നു, ഡിസ്പ്ലേ നമുക്ക് സംസാരിക്കുന്നു. അപ്പോൾ നമുക്കിനി നേരെ ബാക്ക് ക്യാമറയിൽ 4Kയിലോട്ട്. ഇപ്പോൾ റെക്കോർഡ് ചെയ്തത് 4K 30 FPS ആയിട്ടുള്ള 3.7x, അതായത് ടെലിഫോട്ടോയിൽ കൂടെ റെക്കോർഡ് ചെയ്യുന്നതാണ്. വണ്ടിയുടെ എഡ്ജിൽ ഞാനിപ്പോൾ ടാപ്പ് ചെയ്തിട്ടുണ്ട്. എഡ്ജിൽ ടാപ്പ് ചെയ്തപ്പോൾ എഡ്ജിൽ ഫോക്കസ് ലോക്കല്ല, എന്നാലും അവിടുത്തെ അത്രയും ഭാഗം ഫോക്കസ് ആയി കിടക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ ലോക്ക് ചെയ്ത് വെക്കുന്നില്ല. എഡ്ജ് പിടിക്കുന്നുണ്ടോ നോക്കിയത്. ഞാനിപ്പോൾ ക്യാമറ മൂവ് ചെയ്യുമ്പോൾ എത്രത്തോളം പിടിക്കുന്നുണ്ടോ എന്ന് നോക്കിയത്. ആ ഒരു ഫോക്കസ് ജസ്റ്റ് ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്ത് ലോങ് പ്രസ് ചെയ്ത് ആ ഒരു വണ്ടിയുടെ ഏറ്റവും ബാക്ക് സ്പോയിലറിൻ്റെ ഭാഗത്ത് ഞാൻ ലോങ് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്തിട്ടുണ്ട് ഫോക്കസ്. എന്നിട്ട് നടക്കുന്ന സമയത്ത് ഫോക്കസ് മാറുന്നുണ്ടോ എന്ന് വെച്ചാൽ ഫോക്കസ് വലുതായിട്ടൊന്നും മാറുന്നില്ല. നമ്മൾ കുറച്ച് ബാക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് പക്ക ഫോക്കസ് ആയിട്ട് തന്നെ 3.7x കിട്ടുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടെ ടാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഫോക്കസ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. നമ്മൾ നേരെ ഒരു ബുള്ളറ്റ് അവിടെ ഇരിക്കുന്നതിൽ ഫോക്കസ് ഓട്ടോമാറ്റിക്കലി ഫോക്കസ് പോകുന്നതാണ്. നമുക്ക് നടക്കുന്ന സമയത്ത് ഫോക്കസ് ആ റോയൽ എൻഫീൽഡിൽ ഫോക്കസ് ഉണ്ടോ എന്ന് നോക്കുക. റോയൽ എൻഫീൽഡിൽ ഫോക്കസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടങ്ങോട്ട് മാറി അങ്ങോട്ട് ഫോക്കസ് പക്ക പിടിക്കുന്നുണ്ട്. 3.7x അതായത് ഈ ടെലിഫോട്ടോയിൽ ക്ലോസ് റേഞ്ച് പോയിട്ടും വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു എന്താ ക്വാളിറ്റി നമുക്ക് ഫീൽ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം എത്രത്തോളം ക്ലോസ് ആണ് ടെലിഫോട്ടോയിൽ ഇപ്പോൾ നിൽക്കുന്നതെന്നുള്ളത്. ഗൈസ് കണ്ടോ, ഇത്രത്തോളം ക്ലോസിലാണ് ആ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ പോകുന്ന സമയത്ത് ഫോക്കസ് പോകുന്നുണ്ടെന്ന് വെച്ചാൽ പക്ക ഫോക്കസ് പിടിക്കുന്നുണ്ട്. ഇതാ നിങ്ങൾ കണ്ടോ, ആ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു 3.7x എന്ന് പറഞ്ഞാൽ. ഇതിൽ നമുക്ക് ആ മാക്രോ ഫോട്ടോഗ്രാഫി പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ടാണ് അത്രയും കിടിലായിട്ട് കിട്ടുന്നത് കേട്ടോ. ആ ഒരു ടെലിഫോട്ടോയിൽ കൂടെ ഇത്രയും ക്ലോസ് പോയിട്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ കുറച്ച് ഷോർട്സ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഈ കാണുന്ന വീഡിയോസൊക്കെ എടുത്തപ്പോൾ എങ്ങനെയാണോ ആ ഒരു സ്റ്റെബിലൈസേഷൻ ഉള്ളതും ആ എടുത്തപ്പോൾ ഉണ്ടായിരുന്ന കളേഴ്സ് കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇതിൽ ഒന്നും സ്റ്റെബിലൈസേഷൻ ആഡ് ചെയ്തിട്ടില്ല, അല്ലാതെ ഗ്രേഡ് ചെയ്ത് കളറൊന്നും കൂട്ടിയിട്ടില്ല, ബാക്കി ക്രോപ്പ് ചെയ്തിട്ടില്ല. ജസ്റ്റ് അപ്പുറത്തും ഇപ്പുറത്തും എൻഡ് കട്ട് ചെയ്തിട്ടുള്ളത് മാത്രമാണുള്ളത്. ഫോക്കസ് നമ്മൾ ആ ഒരു ക്യാമറയിൽ സ്വിച്ച് ചെയ്തിട്ടില്ല. എല്ലാം ഓട്ടോമാറ്റിക്കലി എന്താണോ വന്നിട്ടുള്ളത് ആ ഒരു സെയിം സാധനമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. നല്ല കുട്ടിയെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയുക, പട്ടി
ബാക്ക് ക്യാമറയിൽ നമുക്ക് അപ്പർച്ചർ വാല്യൂ 2 തന്നെയാണ് ഇടാൻ പറ്റുന്നത്. മാക്സിമം 60 പോകാൻ പറ്റും. 4K 30 FPS വരെ ബാക്ക് ക്യാമറയിൽ കൂടെ റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ സിനിമാറ്റിക് ഇത്രത്തോളം ഫോക്കസ് ആയിരിക്കും ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പതിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നല്ല ക്രൗഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബ്ലോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തന്നെ ഫോക്കസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫോക്കസ് കൊടുത്ത് നടക്കുമ്പോഴൊക്കെ ആ ഒരു സ്റ്റെബിലൈസേഷൻ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ 1x എന്തായാലും കൊടുക്കുന്നതാണ്. 1x ആണ്. നിങ്ങൾക്ക് ഒരു ടെലിഫോട്ടോയിൽ കൂടെ എടുത്ത ക്വാളിറ്റി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടെലിഫോട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. ക്ലോസ് റേഞ്ച് പോകുമ്പോഴൊന്നും ഫോക്കസ് ഔട്ട് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല കിടിലായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഫോക്കസ് മാറി ഇവിടെ ഒരു ക്ലോസ് റേഞ്ചിലോട്ടൊരു ചെടിയിലെടുത്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോക്കസ് കിട്ടുന്നില്ല. ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്തപ്പോഴാണ് ആ ഒരു ചെടിയിൽ ഫോക്കസ് പോയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് ആ ഒരു ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബൊക്കെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ബൊക്കെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലടെ കൊള്ളാം. നല്ലൊരു സിനിമാറ്റിക് പരിപാടി തന്നെയാണ് ഇവർ ട്രൈ ചെയ്തിട്ടുള്ളത്. ഇനിയും അപ്കമിങ് വിവോയുടെ ഡിവൈസുകളിൽ കുറച്ചുകൂടെ ബെറ്റർ ആവാനേ ചാൻസ് ഉള്ളൂ. എങ്ങനെ പോയാലും ഒരു 2 വർഷത്തിനകത്ത് വിവോ ഇറക്കാൻ പോകുന്ന അവരുടെ ഫോണുകളിൽ ഈ ഒരു 1 lakh ഒക്കെ വരുന്ന റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ സിനിമാറ്റിക് അത്യാവശ്യം പൊളിയാവാൻ ചാൻസ് നല്ല കൂടുതലാണ്. അതുപോലെ തന്നെ 1x എഴുത്തുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിനിമാറ്റിക്കിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇതാണ് ഫ്രീ പ്രൊമോഷനാണ് ഗൈസ്. ആലുവ പുകയില്ലാത്ത അടുപ്പുകൾ. Wait. See, it will be like this. See? But it will not open like Only like that, me already telling. Before 1 hour you leave here, me check. Yeah, I came back. Okay. See again, the Samsung coming. Okay, The we reach check start battery. like. Sometimes software, sometimes battery, me check first. You know, battery I can use 2 days. It's okay. Battery is okay. Now confirm. Me tell you first you check after confirm. But Yeah, and I think this may be better now. So yeah, this is privacy class what was but my SIM is here. Everything is here, brother. another 1 hour after you come. Half an hour. 1 hour.